ചോദ്യപേപ്പർ വിവാദത്തിൽപ്പെട്ട തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതോടെയാണ് കേരളം താലിബാൻ വൽക്കരണത്തെപ്പറ്റി ഇത്രമേൽ ആശങ്കപ്പെടാൻ തുടങ്ങിയത്. മതനിന്ദ ആരോപിക്കപ്പെട്ട ചോദ്യം എഴുതിയ വലത് കൈപ്പത്തി അറുത്തെടുക്കുകയും അധ്യാപകനെ അപായപ്പെടുത്തുകയുമായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. അങ്ങനെ തീവ്രവാദത്തിന്റെ സൈനികവൽകൃത രൂപം ഒരിക്കൽ കൂടി വെളിവായി. മൂവാറ്റുപുഴ നിർമ്മല മാതാപ്പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രൊഫസർ ടി.ജെ. ജോസഫ് ആക്രമിക്കപ്പെട്ടു. അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം വന്ന പ്രൊഫസറിന്റെ കാർ മാരുതി ഓമ്നി വാനിലെത്തിയ എട്ടംഗ സംഘം തടഞ്ഞു നിർത്തി. അമ്മയെയും സഹോദരിയെയും പിടിച്ചുമാറ്റിയ ശേഷം തോട്ട പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് നിലത്ത് വീണ ജോസഫിനെ മഴുകൊണ്ട് തുടരെ വെട്ടി. വലത് കൈപ്പത്തി അറുത്തെടുത്ത് സമീപത്തെ പറമ്പിലേക്കെറിഞ്ഞു. അധ്യാപകന്റെ ദേഹമാസകലം വെട്ടിയ ശേഷം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി സംഘം വാനിൽ കയറി രക്ഷപ്പെട്ടു. വലിയ വാക്കത്തി കോടാലി, ആ കോടാലി ഒരു ഇത്രയും വീതിയുള്ളൊരു കോടാലി, ആ കോടാലി പുത്തൻ കോടാലിയായിരുന്നു. കാരണം അതിന്റെ സാധാരണ കോടാലി മേടിക്കുന്ന കറുത്തിരിക്കുമല്ലോ, ഇത് നല്ലപോലെ തേച്ച് മിന്നിക്ക് വെളുത്തിരുന്നു. നല്ല ഷാർപ്പുള്ളൊരു കോടാലിയായിരുന്നു. അതുകൊണ്ട് ഒറ്റ അടിക്ക് ഒരു ഗ്ലാസ് പൊട്ടിക്കുകയും പിന്നെ ഇങ്ങനെ പിടിച്ചു കിടത്തി കൈ വെട്ടി ഇങ്ങനെ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് ഈ കൈ ഇങ്ങനെ വെട്ടിയിട്ട് അവസാനം ലാസ്റ്റ് പാർട്ടിൽ ഈ കൈ വെട്ടിയിട്ട് അവർ എറിയുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി അവൻ സാർ അവിടെ കിടന്നുകൊണ്ട് ഉരുളുന്നുണ്ടായിരുന്നു, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഉരുളുമ്പോഴായിരിക്കാം അവർ ഈ തുടയിൽ വെട്ടിയത്. കോടാലി കൊണ്ടുള്ള വെട്ടാണ്, അത് ഭയങ്കര ആഴത്തിലുള്ളൊരു വെട്ടായിരുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ബികോം 2ാം സെമസ്റ്റർ മലയാളം ഇന്റേണൽ പരീക്ഷയിലെ ഈ ചോദ്യപേപ്പറാണ് വിവാദത്തിനാധാരം. മാർച്ച് 25-ന് 32 കുട്ടികൾക്കായി നടത്തിയ പരീക്ഷയിലെ ഒരു ചോദ്യത്തിൽ മതനിന്ദ ഉണ്ടെന്നായിരുന്നു ആരോപണം. മുഹമ്മദും ദൈവവും തമ്മിലെ സംഭാഷണം ഛിന്നം ചേർത്ത് പൂരിപ്പിക്കാനായിരുന്നു ചോദ്യം. ഈ ചോദ്യഭാഗം തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്ന പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ ലേഖനത്തിൽ നിന്നുള്ളതാണ്. കരിക്കുലത്തിലെ റഫറൻസ് ബുക്കായ തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൽ ഈ ലേഖനം ഉണ്ടായിരുന്നു. ലേഖനത്തിൽ ഒരു ഭ്രാന്തൻ ദൈവത്തോട് സംസാരിക്കുന്നതായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി.ടി. കുഞ്ഞുമുഹമ്മദ് എഴുതിയ ഒറിജിനൽ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഭ്രാന്തൻ എന്നുള്ളതിന് ശ്രീ ജോസഫ് വളരെ നോർമലായിട്ടുള്ള രീതിയിൽ, കാരണം ഇത് കുഞ്ഞുമുഹമ്മദ് എഴുതിയ ഒരു ലേഖനമാണ്. പിന്നെ മലയാള അധ്യാപകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കെ.ടി. മുഹമ്മദ് നാടകർത്താണ്, അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. ഇങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് എന്നൊരു പേര് കൊടുത്തു. അല്ലാതെ പ്രവാചകൻ മുഹമ്മദ്, അത് പലയിടത്തും പല നാട്ടിലും നബിയെ കൂട്ടിച്ചേർത്തും അത് പ്രവാചകനെന്ന് കൂട്ടിച്ചേർത്തുമാണ് ഇത് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളതും. അത് ശ്രീ ജോസഫിനൊരു വിനയായി തീർന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്നാരോപിച്ച് മുസ്ലിം സംഘടനകൾ വൻ പ്രക്ഷോഭം തുടങ്ങി. സംഭവത്തിൽ കോളേജ് മാനേജ്മെന്റ് മാപ്പ് പറയുകയും അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 4 ദിവസം ഒളിവിൽ കഴിഞ്ഞ ടി.ജെ. ജോസഫിനെ പൈനാവിൽ വെച്ച് പിടികൂടി. പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1 വർഷത്തേക്ക് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിനു മുമ്പ് മൂവാറ്റുപുഴയിലെ വീട്ടിൽ വെച്ച് പലതവണ അധ്യാപകന് നേരെ ആക്രമണ ഭീഷണി ഉയർന്നു. ഇവരിങ്ങനെ വാതൊക്കെ നിൽക്കുക, ഈ മനുഷ്യന് ആഞ്ഞിങ്ങനെ എന്തോ ആഞ്ഞു നിൽക്കുന്ന പോലെ. അപ്പൊ ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ആകത്തുള്ളൂ, ഞാനും എൻ്റെ നീസും എൻ്റെ ഒരു അനുജത്തിയുണ്ട്. ഇവർ ഓടി ഇങ്ങോട്ട് കയറിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു, മറ്റേ റൂമിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് കയറാൻ? പോലീസാണെന്ന് പറഞ്ഞു. പോലീസാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സമയത്തും ഈ എല്ലാവരും നോക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത്. പോലീസാണെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ്ജും ഇല്ല, നിങ്ങൾ ഇങ്ങനെ കയറി റെഡി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുകയും ഇവർ പെട്ടെന്ന് അടുക്കളയെക്കൂടെ ചാടി പുറത്തു പോവുകയും. പ്രശ്നം ഇത്രത്തോളം ഗുരുതരമാക്കിയത് പോലീസിന്റെ നിഷ്ക്രിയതയാണെന്നാണ് ആരോപണം. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴയിൽ കലാപമുണ്ടാക്കിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. പ്രതികളെ പിടികൂടുന്നതിലും അക്ഷന്തവ്യമായ കാലതാമസമുണ്ടായി. അതുകൊണ്ടാണ് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിക്കൊണ്ടുള്ള താലിബാൻ മോഡൽ ആക്രമണം കേരളത്തിന് ഒരു മുന്നറിയിപ്പാകുന്നത്.